പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് അമൽ. ഞാൻ വരുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്ത് ആരക്കുഴ ഇടവകയിൽ നിന്നാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ വീഡിയോ ഗെയിം ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റി ആദ്യമായി കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വളരെ പുച്ഛത്തോടു കൂടി കൃപാസനത്തിനെയും ഉടമ്പടി ജീവിതത്തെയും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഉടമ്പടി എന്നുള്ള വാക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉടമ്പടി എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റ് ആണല്ലോ. ദൈവമായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് ആണോ വേണ്ടത്, ദൈവമായിട്ടുള്ള ബന്ധം ശരിക്കും സ്നേഹബന്ധമല്ലേ വേണ്ടതെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. അതുമായി തുടർന്ന് തന്നെ കുറേ ട്രോളുകളും കൃപാസനത്തിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 2023 ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈഫ് ഭയങ്കര സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുമായിരുന്നു. ഒരു തരത്തിലും ഒരു ഗ്രോത്ത് ഇല്ല ജോലി സംബന്ധമായിട്ടൊന്നും. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കൃപാസനത്തിൽ ലൈറ്റ് എ ക്യാൻഡിൽ എന്നൊരു പ്രെയറുണ്ട്, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും അത്രയ്ക്ക് പറ്റത്തൊന്നുമില്ല, ഞാൻ ഏറിപ്പോയാൽ 8 ദിവസം ചെയ്യാം, സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ മാതാവിൻ്റെ 8 നോമ്പിൻ്റെ അന്ന് 8 ദിവസം ഞാൻ പ്രാർത്ഥന ചെല്ലാമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. 1-ാം തീയതി ചൊല്ലി, 2-ാം തീയതി ചൊല്ലി, ഒരു വ്യത്യാസവും. അങ്ങനെ 3, 4 എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ചെല്ലുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ 7-ാം തീയതിയും അങ്ങനെ ചൊല്ലി. 7-ാം തീയതി വൈകിട്ട് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ CEO ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് CEO പറഞ്ഞു, നാളെ തൊട്ട് നിങ്ങളാരും ഓഫീസിലേക്ക് വരണ്ട. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇസ്രായേലി കമ്പനിയായിരുന്നു. അപ്പോൾ അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസ് ഷട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായെങ്കിലും ഞാൻ നോക്കിയപ്പോൾ മാതാവ് ഇടപെട്ടതാണെന്ന് എനിക്കൊരു വിശ്വാസം തോന്നി. അതുപോലെ തന്നെ കൃപാസനം ഞാൻ കരുതിയ പോലെയല്ല, എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നൊരു ബോധ്യവും കിട്ടി. അങ്ങനെ ജോലി പോയി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും എനിക്ക് അത്രയ്ക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ല, കാരണം മാതാവ് കളഞ്ഞ ജോലിയാണ്, മാതാവ് തന്നെ അടുത്ത ജോലി തരുന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ എനിക്ക് കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയണം, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തുടരെ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. അപ്പോഴൊന്നും എനിക്ക് കൺവീൻസിങ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇനി ഒരു പാരലൽ കൾട്ട് പോലെയാണോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ഷെക്കേന ടെലിവിഷനിൽ ജോസഫ് അച്ഛൻ്റെ ഇൻ്റർവ്യൂ സീരീസ് കണ്ടു. ഏകദേശം ഒരു 11 എപ്പിസോഡോളം ഉള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് കൃപാസനം എത്രത്തോളം സഭയോട് ചേർന്ന് നിൽക്കുന്നതാണ്, കൗദാശിക ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നൊരു ബോധ്യം കിട്ടിയത് അപ്പോഴാണ്. അപ്പോൾ എൻ്റെ ജോലി പോയ സ്ഥിതിക്ക് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഡിസംബർ 7 തീയതി വെച്ച് എൻ്റെ ജോലിക്ക് വേണ്ടി അമ്മ ഉടമ്പടി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടുന്നുണ്ടായില്ല. ഡിസംബർ 7-ാം തീയതി ഞാൻ ഇതേപോലെ ഒരു കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കും കിട്ടുക എന്ന് ഓർത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കമ്പനികളുടെ റിവ്യൂസ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് ഡോറിൽ കയറി ഞാൻ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കമ്പനീനെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ 2 കൊല്ലം മുന്നേ, അതിലും 2 കൊല്ലം മുന്നേ ഞാൻ ലിങ്ക്ഡിനിൽ ഒരു ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാൻ ആ ചേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ എനിക്ക് ജോലി ഞാനിങ്ങനെ നോക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കറക്റ്റ് ഡിസംബർ 7-ാം തീയതി തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ. അപ്പോൾ പ്രോഗ്രാമർ റോളിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ നല്ല പാടായിരുന്നു, എങ്കിലും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു മാതാവ് ജോലി തരുമെന്ന്. പക്ഷേ ആ ഇൻ്റർവ്യൂ പാസ്സായില്ല എന്നും പറഞ്ഞ് അവിടുത്തെ HR വിളിച്ച് പറഞ്ഞു. കാരണം ഞാൻ പ്രോഗ്രാമർ റോളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർ സബ്ജക്ട്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് HR വീണ്ടും വിളിച്ചു. HR പറഞ്ഞു, ഇവിടെ ടെക്നിക്കൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവ്ലി പുതിയൊരു ജോബ് റോളാണ്, അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, ട്രൈ ചെയ്യുന്നുണ്ടോ? അത് പാർഷ്യൽ പ്രോഗ്രാമിങ്ങും കുറച്ച് ആർട്ട് സൈഡും ഉണ്ട്, അങ്ങനെ ഒരു ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ പ്രോസസ്സ് മൊത്തം മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയെന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മാതാവിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജനുവരി മാസം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം
നമ്മൾ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചൈതന്യം ഉണ്ടാവുമല്ലോ, അത് ജീവിതകാലം മൊത്തം വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ 3 ഭൗതിക കാര്യങ്ങളും 3 ആത്മീയ കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയി. അപ്പോഴും ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഉടമ്പടി ധ്യാനം ഒരു ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ട് നിന്നപ്പോഴാണ് HR വിളിക്കുന്നത് ഓഫർ ലെറ്റർ തരാനായിട്ട്. അപ്പോൾ HR ഓഫർ ലെറ്റർ തന്നപ്പോൾ അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ടെക്നിക്കൽ ആർട്ടിസ്റ്റ് എന്നായിരുന്നു. അതേപോലെ തന്നെ സാലറിയും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച് അത്രയ്ക്ക് ഉണ്ടായില്ല. അപ്പോൾ അസോസിയേറ്റ് ടെക്നിക്കൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ IT മേഖലയിലെ ഏറ്റവും താഴ്ന്ന ഗ്രേഡാണ് അസോസിയേറ്റ് ലെവൽ. അസോസിയേറ്റ്, പിന്നെ ആ ടെക്നിക്കൽ ആർട്ടിസ്റ്റ്, സീനിയർ ടെക്നിക്കൽ ആർട്ടിസ്റ്റ്, ലീഡ്, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു, ദൈവമേ ഇനിയും കരിയർ ഒന്നേന്ന് തുടങ്ങും പോലെയാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം തന്നെ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഈ തിരുവചനം പറയുമായിരുന്നു, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് തന്നെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എഗ്രി ചെയ്തു. ഞാൻ അങ്ങനെ ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല കമ്പനിയായിരുന്നു, നല്ല ടീമിലാണ് വർക്ക് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ മെയിൻ ആഗ്രഹം എൻ്റെ ആത്മീയ ജീവിതം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 സ്വപ്നങ്ങൾ കണ്ടു. ഒരു സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വന്നിട്ട് നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല സ്വപ്നമാണ്, എനിക്ക് സന്തോഷമായി. പിന്നെ വേറൊരു സ്വപ്നം കണ്ടു, ഉടമ്പടിയുടെ തൈലം, ആ തൈലത്തിൻ്റെ ഡപ്പി ഇങ്ങനെ ലീക്ക് ചെയ്ത് പോകുന്ന ഒരു സ്വപ്നം കണ്ടു. അതപ്പം എനിക്കപ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞാനത് അങ്ങനെ കാര്യമാക്കിയില്ല, മുന്നോട്ട് പോയി ബാംഗ്ലൂർ ചെന്നു. പക്ഷേ എനിക്ക് ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര സ്ട്രഗിളായിരുന്നു. അതായത് നല്ല ദൂരത്തിലായിരുന്നു ഞാൻ താമസിച്ചത്. അപ്പോൾ ട്രാവലിന് നല്ല ടൈം പോവും, എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും എനിക്ക് ഭയങ്കര ഭാരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റാതായി. ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ആ തിയോളജിക്കൽ പ്രിൻസിപ്പിളിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതായി. ഞാൻ ആകെ പതറിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അതുവരെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ കാലഘട്ടം തൊട്ടേ ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു, സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എവിടെയൊക്കെയോ നല്ല ആത്മീയ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ദൈവമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ആളാണെന്നുള്ളത്. പൊടുന്നനെ ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പതറിപ്പോയി. എൻ്റെ പ്രയോറിറ്റീസ് മാറി. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും എനിക്ക് എൻ്റെ വിശ്വാസം തിരിച്ചു തന്നെയെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണുന്നത്. സാക്ഷ്യങ്ങളിൽ പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഈശോനെ സ്നേഹിക്കുന്നത് എത്രമാത്രമാണെന്ന് കണ്ട് എനിക്ക് കൊതി തോന്നുമായിരുന്നു. എനിക്കതിന് പറ്റുന്നുണ്ടായില്ല. അപ്പം ആ സമയത്താണ് ഈ വചനം എൻ്റെ മനസ്സിൽ വന്നത്. ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. പണ്ടൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, യഹൂദരുടെ അടുത്തേക്കാണല്ലോ ഈശോ ആദ്യം വന്നത്. പക്ഷേ യഹൂദരെ ഈശോനെ തള്ളിക്കളഞ്ഞു. പിന്നീട് ക്രൈസ്തവരായവർ ഈശോയോട് ചേർന്ന് നിന്നു. അപ്പം ആ ഒരു കമ്പാരിസണായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് വായിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരും ഈശോനെ തേടി കണ്ടുപിടിച്ച് വരുന്ന അക്രൈസ്തവരും തമ്മിലുള്ള കമ്പാരിസണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വിശ്വാസം തിരിച്ചു കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എന്നെ എടുത്തൊന്ന് കുടഞ്ഞിട്ട് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തേ. ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്ന എൻ്റെ ദൈവവിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. അങ്ങനെ ഉടമ്പടി കാലഘട്ടം കഴിഞ്ഞു. ശരിക്കും എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് എൻ്റെ ഉടമ്പടി കാലഘട്ടം കഴിഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 1 വർഷത്തോളം അങ്ങനെ പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് മാസം 2024 ഞാൻ 2 സ്വപ്നം കണ്ടു. ഒരു സ്വപ്നത്തിൽ പുതിയ ഉടമ്പടിയെന്ന് കണ്ടു. പിറ്റേന്ന് ബൈബിൾ വായിക്കാനായിട്ട് എടുത്ത് നോക്കിയപ്പോൾ പുതിയ ഉടമ്പടിയിൽ നിന്ന് തന്നെ എനിക്ക് ബൈബിളിലും കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നോട് ഒന്നുകൂടെ ഉടമ്പടി എടുക്കാൻ പറയുവാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പള്ളി കാണുമോ, പള്ളിയിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നു, കിടക്കുന്നു, ക്ഷീണിച്ച് ഇരിക്കുന്നു ഒക്കെ ആയിട്ട് കണ്ടു. അതെനിക്ക് എന്താണെന്നും മനസ്സിലായില്ല. ഞാനിവിടെ ഒക്ടോബർ മാസം വന്ന് ഉടമ്പടി എടുത്തു ഒരു ബുധനാഴ്ച. കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. കഴിഞ്ഞിട്ട് ഞാൻ ആ ശനിയാഴ്ചയായിരുന്നു ജപമാല റാലി. അപ്പോൾ ജപമാല റാലിയിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാത്രി തന്നെ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കൽ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത്, ആ സ്വപ്നത്തിൽ കണ്ട അതേ കാഴ്ചയായിരുന്നു. കുറേ ആൾക്കാർ മടുത്തിരിക്കുന്നു, കിടക്കുന്നു. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ തിരിച്ച് ചെന്ന് ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പോൾ ഈ മഹാജപമാല റാലിയുടെ സമയത്താണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ സ്നേഹം
എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. അതായത് മാതാവ് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുവരെയും ഞാൻ ദിവസവും ജപമാല ചെല്ലാറുണ്ടായിരുന്നു പേഴ്സണലായിട്ട്. എന്നാലും മാതാവ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മദർ ഫിഗറായിരുന്നു എനിക്ക്. എൻ്റെ മകൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നിട്ട് നിങ്ങൾ പാപം ചെയ്ത് നടക്കുവാണോ എന്ന് ഒരു വടി പിടിച്ച് നിൽക്കുന്ന ഒരു അമ്മ ഫിഗറായിരുന്നു എനിക്ക് മാതാവ് എന്ന് പറയുമ്പോൾ. പക്ഷേ അന്ന് എനിക്ക് ശരിക്കും മാതാവിൻ്റെ പ്രസൻസ് എൻ്റെ കൂടെ തന്നെ ഫീൽ ചെയ്തു. കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി നന്നായിട്ട് ഉടമ്പടി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഒരു ഡയറക്ഷനിലേക്ക് പോകാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാണ്. അപ്പോൾ കുറച്ച് സയൻസൊക്കെ കിട്ടി. മാതാവ് തന്ന സയൻസാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്കും സംശയം തോന്നി, ഇത് തന്നെയാണോ? അപ്പോൾ ഞാൻ ആരോടെങ്കിലും ചോദിക്കാം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ബൈബിൾ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ വചനം ഇതാണ്: എൻ്റെ പദ്ധതി എന്താണെന്ന് അറിയാൻ ശ്രമിക്കരുത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്ത് കഴിയുന്നത് വരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. യൂഥത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 34-ാം വാക്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതായിരിക്കും എന്ന് കരുതി തന്നെ മുന്നോട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് എൻ്റയർലി ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോയി. ഞാൻ ആകെ തകർന്നു പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് മാതാവ് എന്നെ സംരക്ഷിച്ചില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ഫുള്ള്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു യുദ്ധം നടക്കുന്ന ഫീലായിരുന്നു. ഒരു വശത്ത് ഈശോ ഇതുവരെ പരിപാലിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്, മറുവശത്ത് അതൊന്നും എനിക്ക് ഇല്ല, ഈശോ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ നിന്നെ സംരക്ഷിച്ചേനെ എന്നുള്ളൊരു തോട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വരിഞ്ഞു മുറുകുന്ന ഒരു ഫീലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എങ്കിലും ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പ്രെയറൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായാലും ഭയങ്കര മെക്കാനിക്കലായിരുന്നു. ഈ ബൈബിൾ വായനയുടെ ഇടയ്ക്ക് എപ്പോഴും ഈശോ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പല പല വചനങ്ങൾ കിട്ടുന്നുണ്ട്, എന്നാലും അത് ഉൾക്കൊള്ളാനുള്ളൊരു തുറവി എനിക്കുണ്ടായില്ല. പ്രത്യേകമായി കിട്ടിയ വചനം കൊറിന്തോസുകാരുടെ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യമായിരുന്നു. അത് ദൈവികമായ ദുഃഖത്തെപ്പറ്റിയും നീതിബോധത്തെ പറ്റിയും ഉള്ളതായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എന്തോരം സങ്കടം തന്നാലും എനിക്ക് കുഴപ്പമില്ല, ഈ ലോക ജീവിതം കഴിഞ്ഞ് നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തലകുനിച്ച് നിൽക്കാനായിട്ടൊരു ഗതികേട് വരരുത് എന്ന് ഞാൻ ഈശോയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അതായത് ജോസഫച്ചനെ വരിയായിട്ട് നിന്ന് കാണുന്നത്, ജോസഫച്ചൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതായിട്ട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സംശയമായി, ഇത് ദൈവികമായിട്ടുള്ള സ്വപ്നമാണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുവാണ്, ഈ സ്വപ്നങ്ങളൊക്കെ അർത്ഥവത്താണോ, ഇനി ഞാൻ ഉടമ്പടി പുതുക്കണോ വേണ്ടയോ എന്ന്. ഇതിനെന്തേലും ഒരു മാതാവ് എന്നോടൊന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ആലോചനയിൽ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, അച്ഛന് ചെറുപ്പത്തിൽ പനി വന്നതും അപ്പോൾ അച്ഛൻ്റെ അപ്പ ഗീവർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞിട്ട് അച്ഛൻ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കുളമ്പടി കേട്ടതും പനി വിട്ടുമാറിയതും, അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യമൊക്കെ അച്ഛൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് സംസാരിക്കും പോലെ തോന്നി. അപ്പോൾ ഞാൻ തീരുമാനം എടുത്തു, ഉടമ്പടി വന്ന് ഒന്നുകൂടെയും പുതുക്കണം. അങ്ങനെ തീരുമാനം എടുത്തു. പിന്നെ ഇതേപോലെ എന്തിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ കാര്യത്തെപ്പറ്റി. കഴിഞ്ഞിട്ട് ഒരു ദിവസം കുർബാന കൈക്കൊള്ളുന്ന സമയത്ത് ഞാൻ തീരുമാനം എടുത്തു, ഇനി ആ കാര്യത്തെപ്പറ്റി എത്ര വിഷമം ഉണ്ടായാലും ഞാൻ അതിനെപ്പറ്റി മാതാവിനോടോ ഈശോയോട് പരാതി പറയില്ല എന്ന് തീരുമാനമെടുത്തു. ആ ദിവസം അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടോ ആ സങ്കടമോ എൻ്റെ ജീവിതത്തിൽ തിരികെ വന്നിട്ടില്ല. അത് കംപ്ലീറ്റ്ലി ഹീൽഡായി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. ഞാൻ പിന്നീട് ഇവിടെ വന്ന് മൂന്നാമത് ഉടമ്പടി പുതുക്കി. മൂന്നാമത് ഉടമ്പടി പുതുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിയോഗങ്ങളൊന്നും വെക്കാനില്ല. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവിടെ വന്ന് മൂന്നാമത് ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചു, എൻ്റെ മാതാവെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോകുന്ന ആൾക്കാരുടെ ഉടമ്പടി നിയോഗങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉടമ്പടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് എഴുതി വെച്ചു. രണ്ടാമതൊരു ആത്മീയ കാര്യത്തിന് വേണ്ടി എഴുതി വെച്ചു. ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഈ മൂന്നാമത്തെ ഉടമ്പടി എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. എനിക്ക് ഉടമ്പടിയിലാണെന്ന് അറിയാം, പക്ഷേ ഒരിക്കലും പ്രാർത്ഥന ചെല്ലാൻ ഒരു മടുപ്പ് തോന്നിയില്ല. പിന്നെ ഒരു കാര്യം, ചെറിയൊരു വ്യത്യാസം ഞാൻ ചെയ്തത്, ഉടമ്പടി ബൈബിൾ വായനയുടെ സമയത്ത് ഓരോ ദിവസവും അന്നന്ന് എന്നെ സ്പർശിക്കുന്ന വാക്യങ്ങൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഇപ്പോൾ ഡേ 1 എന്നിട്ട് അന്ന് എന്നെ സ്പർശിച്ച വാക്യങ്ങൾ, ഡേ 2, അങ്ങനെ ഓരോ ദിവസവും എഴുതി വെക്കുമായിരുന്നു. അപ്പം പലപ്പോഴും ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് തന്നെ എനിക്ക് ബോധ്യം വന്നു. ഈ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കരമായിട്ടും മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ അവനെ മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കട്ടിലിൻ്റെ 4 കോണിൽ ഉടമ്പടി ഉപ്പിട്ടു, തൈലം കൊണ്ട് അവൻ്റെ നെറ്റിയിൽ പൂശി. കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ അതിഞ്ഞിട്ട് പോരുകയും ചെയ്തു. പിറ്റേന്ന് അവൻ എന്നെ രാവിലെ വിളിച്ചു. അവൻ പറഞ്ഞു, എടാ, രാത്രിയിൽ ആരോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് നിന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു,
വന്ന ആളുടെ തല ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലിയർ ആയില്ല ആരാന്ന്. പക്ഷെ ഒരു കാര്യം പറയാം, സാധാരണ രാത്രി ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നില്ലേ? ഇവൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, ഒരു സമാശ്വാസമാണ് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മാതാവിൻ്റെ ഫോട്ടോ ഉള്ളത്, അത് എടുത്തിട്ട് അവൻ അയച്ചു കൊടുത്തു. എടാ ഇതേപോലെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതെ, മാതാവിൻ്റെ ഏകദേശം ഈ രൂപമായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ഞാൻ ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ പോലെ വളരെ സ്ട്രെച്ചേർഡായിട്ട് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ കംഫർട്ടബിൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരു പ്രൊആക്റ്റീവ് ക്രിസ്ത്യാനിറ്റി, അതായത് ഈശോ പ്രഘോഷിച്ച സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്നെ വളർത്തിയത് ഉടമ്പടിയാണ്. അതുപോലെ തന്നെ ഉടമ്പടിയിൽ ആയിരുന്നപ്പോഴാണ് എനിക്ക് അനുദിന ബലിയോടുള്ള സ്നേഹം കൂടുതലായി വരുന്നത്. അതേ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അനുദിന ബലി ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഒരു ദിവസം മാത്രം മുഴുവൻ കുർബാനെ പങ്കെടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ സമയം മാറിപ്പോയതുകൊണ്ടാണ്. ബാക്കി എല്ലാ ദിവസവും കുർബാനെ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുമ്പസാരമാണെങ്കിലും ആവറേജ് 2 ആഴ്ചയ്ക്കുള്ളിൽ കുമ്പസാരിക്കാറുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതാണ് മെയിനായിട്ടും എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മുന്നേറ്റം. പിന്നീടുള്ളതെല്ലാം ഭൗതിക കാര്യങ്ങളായിരുന്നു. ഇപ്പം ആത്മീയ ജീവിതത്തിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായാലും ഭൗതിക ജീവിതത്തിൽ നല്ല ഉയർച്ച മാതാവ് പാരലലി തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ വചനം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അസോസിയേറ്റ് ലെവലിലാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അപ്പം സീനിയർ ലെവലെത്താൻ ഞങ്ങളുടെ മേഖലയിൽ മിനിമം ഒരു 4 തൊട്ട് 5 വർഷം എടുക്കും. 1.5 വർഷം കൊണ്ട് എന്നെ അമ്മ മാതാവ് സീനിയറാക്കി മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പടിപടിയായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും നൽകി. ഒരു തവണ അപ്രൈസൽ സൈക്കിൾ നടക്കുമ്പോൾ എൻ്റെ മാനേജർ അവിടെ ഇല്ല, GM ആണ് എൻ്റെ അപ്രൈസൽ എടുത്തത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചാണ് അപ്രൈസൽ മീറ്റിങ്ങിന് പോയത്. ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കത്തില്ല സാലറിയുടെ കാര്യത്തിനെ പറ്റി. ഞാൻ മാനേജറിൻ്റെ GMൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച് എൻ്റെ ഒരു പേ സ്കെയില് ലോവറാണ്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാവോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. എന്നിട്ട് GM പറഞ്ഞു ഓക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് GM അവധിക്ക് പോയ മാനേജറിനെ വിളിച്ച് HR ഡയറക്ടറിനെ വിളിച്ച് എനിക്ക് നല്ലൊരു എമൗണ്ട് ഹൈക്ക് തന്ന് അനുഗ്രഹിച്ചു, മാതാവ് അനുഗ്രഹിച്ചു. ഇത് സംഭവിച്ചത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, പലപ്പോഴും ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ചില തെറ്റുകൾ പോലും നമുക്കവിടെ ഞങ്ങൾ പറയാറുണ്ട്, ബഗ്ഗല്ല ഫീച്ചറാണെന്ന് പറഞ്ഞ് കളിക്ക് പറയാറുണ്ട്. അതേപോലെ ഞാൻ ചെയ്ത 1-2 തെറ്റായി പോയ കാര്യങ്ങൾ പോലും ഞാനൊരു റെക്കോർഡിംഗ് എടുത്ത് കമ്പനിയുടെ ചാനലിട്ടപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും മറ്റ് ടീമിൽ നിന്ന് വരെ ആൾക്കാർ വന്ന എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു ടെസ്റ്റിംഗ് ഫേസ് വരെ പോവുകയും ചെയ്തു. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എത്രത്തോളം അർത്ഥവത്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പോലും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ഉണ്ടായ മറ്റൊരു അനുഗ്രഹമായിരുന്നു വീട് പണിയുടെ കാലത്ത് ടൈമിൽ. അപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന് ജോലിയില്ലാതെ തിരിച്ചു വരുമ്പോൾ പാരലൽ നാട്ടിൽ വീട് പണി നടക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു ലോണിന് അപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തിട്ട് അത് ഭയങ്കര പ്രോസസ്സൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച് വീട് പണി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ആധാരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഉടമ്പടിയിലായിരുന്നപ്പോൾ നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ അവിടുത്തെ മാനേജർ മാറി. കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്ന മാനേജർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പോരാത്തതിന് ആ ബാങ്കിൻ്റെ അഡ്വക്കേറ്റ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയായിരുന്നു. ആൻറ്റി എല്ലാ കാര്യവും A to Z നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ഒന്നും അറിയേണ്ടി വന്നില്ല. സ്വന്തം കാര്യം പോലെ ആൻറ്റി അത് മൊത്തം ചെയ്തു തന്നു. അങ്ങനെ ലോൺ പെട്ടെന്ന് സാങ്ഷനായി. അതുപോലെ തന്നെ വീട് പണിയും നന്നായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ പാരലലി കുറേ അധികം അനുഗ്രഹങ്ങൾ മാതാവ് തന്നായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ആദ്യം നിന്ന് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് എൻ്റെ പ്രെയർ ലൈഫ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൻ്റെ അടുത്ത് ഒരു റൂം കിട്ടണമെന്ന് ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച പോലെ ഒരു റൂം വളരെ കുറഞ്ഞ റെൻറ്റിൽ ഓഫീസിൻ്റെ അടുത്ത് തന്നെ കിട്ടി. അത് പോരാത്തതിന് ആ റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ മാതാവിൻ്റെ ഒരു ചാപ്പലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും രാവിലെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോവുകയും വരികയും ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. അനിയത്തി UK അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു പ്രൊമോഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അവൾ നാട്ടിലേക്ക് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ എയർലൈൻസ് എന്തുകൊണ്ട് ഒരു ദിവസം ആ ഫ്ലൈറ്റ് മാറ്റി പോസ്റ്റ്പോൺ ചെയ്തു. അന്ന് തന്നെയായിരുന്നു അവൾക്ക് ആ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ വന്നതും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാവുകയും ചെയ്തു. അങ്ങനെ കുറേ അധികം അനുഗ്രഹങ്ങൾ മാതാവ് മറ്റു മേഖലകളിലും തന്ന് അനുഗ്രഹിച്ചു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മെയിനായിട്ട് ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മലയാളം പത്രമാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ കൂടെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, വഴികളിലും കടകളിലൊക്കെ. രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഓർത്തു ഇത് മാത്രം പോരല്ലോ എന്ന് ഓർത്ത് മലയാളവും ഇംഗ്ലീഷും എടുത്തായിരുന്നു. മലയാളം നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇംഗ്ലീഷ് ബാംഗ്ലൂർ പോയി ഇങ്ങനെ പള്ളികളിലൊക്കെ കൊടുത്തു. മൂന്നാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പം തമിഴും ഇംഗ്ലീഷുമാണ് എടുത്തത്. ബാംഗ്ലൂർ പോയി ആദ്യം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ബാംഗ്ലൂർ പോയി പള്ളികളിൽ കൊടുക്കാമെന്ന് ഓർത്ത്. അവിടെ തമിഴ് കമ്മ്യൂണിറ്റി ആക്റ്റീവായിട്ടുള്ള കുറേ പള്ളികളുണ്ടായിരുന്നു, ശിവാജി നഗർ അല്ലെങ്കിൽ ഇൻഫൻറ്റ് ജീസസ് ചർച്ചൊക്കെ. അവിടെ പോയി കൊടുക്കാമെന്ന് ഓർത്ത് കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ എന്നോർത്ത് ഞാൻ വഴികളിൽ കൂടെയും ഇങ്ങനെ അല്പം ചേരി പ്രദേശങ്ങളിലൂടെയൊക്കെ പോയി ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇംഗ്ലീഷ് പത്രം ബസ് സ്റ്റോപ്പുകളിലൊക്കെ പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതെനിക്ക് അല്പം പാടായിരുന്നു, പക്ഷേ എന്നാലും മാതാവ് അതിനെന്നെ സഹായിച്ചു. കാരുണ്യ പ്രവർത്തികൾ ആദ്യത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മെയിനായിട്ടും ചെയ്തത് ശനിയാഴ്ച ദിവസമായിരുന്നു ഞാൻ ഉപവാസം എടുക്കാറ്. അപ്പം ഉപവാസത്തെ കഴിയുമ്പോൾ പോക്കറ്റിൽ കുറച്ച് രൂപ ഇട്ടിട്ട് ഞാൻ നടക്കാൻ പോകും അവിടെ ബസ് സ്റ്റോപ്പുകളിൽ കാര്യങ്ങൾ. അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളവരെ കാണുമ്പോൾ അവർക്ക് രൂപ കൊടുക്കുമായിരുന്നു. രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതോടൊപ്പം തന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ബാഗിലിടും. അത് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കൊടുക്കും. മൂന്നാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പം അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സ്റ്റുഡൻസിനെയൊക്കെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മൂന്നാമത്തെ തവണ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ ബാംഗ്ലൂർ എസ് ടി പാളയ ധർമാരാമിൽ ആശ്വാസ് എന്ന് പറഞ്ഞൊരു NGOയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും അത് സെർവ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇതൊക്കെ സാധിച്ചത് ഞാനിപ്പോൾ ബാംഗ്ലൂർ എന്നുള്ള ആ ജോലി എനിക്ക് തന്നൊരു കംഫർട്ടിൻ്റെ പുറത്താണ്. ആ ജോലി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ യാതൊരുവിധ യോഗ്യതയില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി തന്നെ പഠിച്ചതാണ്. പക്ഷേ അതിനൊന്നും എനിക്ക് ഒന്നിലും ഡെപ്തായിട്ടുള്ള അറിവൊന്നുമില്ല. എന്നാലും മാതാവ് എന്നെ ഒരു നല്ല കമ്പനിയിൽ കൊണ്ടാക്കുകയും അവിടെ നിന്ന് നല്ല ഉയർച്ച നൽകുകയും ചെയ്തു. മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഇനിയും എൻ്റെ ആത്മീയ ജീവിതത്തിൽ കുറേ കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈശോയ്ക്ക് മാതാവിന് നന്ദി.